ഒരു കാറിൽ പരമാവധി എത്ര പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും? പരമാവധി നമ്മൾ ഈ SUV ഒക്കെ ആണെങ്കിൽ പരമാവധി ഒരു 8-10 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു കാഴ്ച നമുക്ക് കാണാം. ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഒരു സ്കോർപിയോ കാറിലെത്തിയത് 1ഉം 2ഉം ഒന്നല്ല കേട്ടോ, 18 അംഗങ്ങളാണ്. 3, 4, 5, 6, 7, 8, 9, 10. निकला से 10, 11, 12, 13, 14, 15, 16, 17, 18. चलो 18 लोग हैं टोटल. 18 है गाड़ी में, देख लो भाई. 18 लोग निकले. चलो गेट निकलो. कितना है जी? 1. അശ്വജിത്ത് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. AJ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇങ്ങനെ ഈ കാറിനെ കണ്ടിട്ടില്ല, പക്ഷെ ബൈക്കിൽ ഞാൻ ഈ തമിഴ്നാട്ടിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നൊക്കെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒരു ബൈക്കിൽ 4-5 പേരൊക്കെ എഴുന്നിട്ട് ഒറ്റ ട്രിപ്പിന് പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കാറിൽ, അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ, 18 പേരൊക്കെ ഒരു കാറിനകത്ത് കുത്തി കയറുന്നു. ഇതൊക്കെ എങ്ങനെ AJ അതിനകത്ത് കയറിയത്? എനിക്ക് അതിൽ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് ഒരു 18 പേരൊക്കെ ഒരു കാറിനകത്ത് ഇരിക്കുന്നതെന്നേ. സേതു ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ആ കാറിൽ പുറമേന്ന് കാണുമ്പോൾ ഇതെങ്ങനെ ഈ 18 പേര് ഇതിനകത്ത് കയറണമെങ്കിൽ ഒരു സ്വാഭാവികമായ ഒരു സ്പേസ് വേണ്ട. ഒരാൾക്ക് ഇരിക്കാനില്ലെങ്കിലും നിൽക്കാനാണെങ്കിലും കുനിഞ്ഞ് നിൽക്കാനാണെങ്കിലും ഒരു സ്പേസ് വേണ്ടേ അതിനകത്ത്. അപ്പോൾ ഈ 18 പേരൊക്കെ എങ്ങനെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു കൗതുകം. പക്ഷേ നമ്മൾ കണ്ണിൽ മുന്നിൽ കണ്ടതാണ് ആ വീഡിയോ എടുക്കുന്ന ആൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ആ 18 പേരെയും പുറത്തിറങ്ങുമ്പോൾ എണ്ണുന്നത്. എൻ്റെ ഒരു സംശയം, നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നു നമ്മുടെ MVD ഇത് കണ്ടാൽ എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതാണ്. MVD അവിടുത്തെ ഉത്തരേന്ത്യയിൽ ഏത് സംസ്ഥാനമാണെന്ന് വ്യക്തമല്ല, സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന വീഡിയോ ആണ്. ആ സംസ്ഥാനത്തെ MVD ഇത് കണ്ടിട്ട് ഇനി എന്തായിരിക്കും അവരുടെ ഒരു റിയാക്ഷൻ എന്നുള്ളതാണ് നമ്മളെല്ലാവരും കൗതുകത്തോടെ നോക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ MVD ഒക്കെ ആണെങ്കിൽ ആ നിമിഷം അവിടെ എത്തി വാഹനം കസ്റ്റഡിയിലെടുത്ത് പിന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ ഇത് തമാശയ്ക്ക് നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ തമാശ രൂപത്തിലാണ് ഈ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും സംഗതി അത്ര തമാശയല്ല. ഈ പറഞ്ഞതുപോലെ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ത്യയിൽ സേതു പറഞ്ഞ പോലെ തന്നെ ബൈക്കിൽ 4-5 പേരൊക്കെ ഇരുന്ന് പോകുമ്പോൾ നമ്മൾ പറയും രണ്ടാളെയും കൂടെ കയറ്റി പോകുമായിരുന്നു എന്നുള്ളൊരു തമാശ പറയുമെങ്കിലും അത് അത്ര ശുഭകരമായ കാര്യമല്ല. സുരക്ഷാ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ 18 പേരെയൊക്കെ ഒരു വാഹനത്തിൽ കുത്തി നിറച്ച് കൊണ്ടുവരാന്ന് പറയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ MVD പലപ്പോഴും പല ഘട്ടങ്ങളിലും പല കേസുകളിലും ഒക്കെ കുറ്റം പറയുമെങ്കിലും ഈ പരിശോധനകൾ നടക്കുന്നത് ഒരർത്ഥത്തിൽ നമുക്ക് വേണ്ടി തന്നെയാണല്ലോ. അത് നല്ലത് നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണല്ലോ. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അവര് ഇത്തരത്തിൽ കടുത്ത പരിശോധനകൾ രംഗത്ത് വരുന്നത്. ഏതായാലും ഇതൊരു അല്പം കടന്ന കൈ ആയിപ്പോയി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതെ, തീർച്ചയായും ഇതൊരു കടന്ന കൈ തന്നെയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ അപകടം വരുമ്പോഴേ, അപകടം നമ്മൾ ക്ഷണിച്ചു വരുത്താൻ, ദുരന്തമൊക്കെ ക്ഷണിച്ചു വരുത്താന്ന് പറയുന്നതിന് സമാനമായി പോയി ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ. ശരി AJ, എന്താണെങ്കിലും